ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, ഈ വളരെ നിർണായകമായ ഒരു യോഗമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് വളരെ ഗഹനമായ ചർച്ച നടക്കുകയാണ്. എന്താണ് ബസന്തിന്റെ പ്രതീക്ഷ? പ്രതീക്ഷ പറയാൻ പറ്റില്ല. ഈ മൂന്ന് പേരും ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഗാന്ധി കുടുംബമാണ് അന്തിമമായ ഒരു തീരുമാനം എടുക്കേണ്ടത്. അത് ഏത് തരത്തിൽ വരും എന്നുള്ളതാണ്. ഇവരെ മൂന്ന് പേരുടെയും നല്ല വശങ്ങളും എല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് തരത്തിലൊരു തീരുമാനം വരും. പക്ഷേ ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്നതിനപ്പുറം UDFൻ്റെ ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു വിഷയം കൂടി ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായം, പൊതുവികാരം ഇവയെല്ലാം തന്നെ കണക്കിലെടുക്കുമെന്നുള്ളൊരു സൂചനയുണ്ട്. വെറും MLA-മാരുടെ തലയെണ്ണം മാത്രം നോക്കി പോകുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി ഇതിൽ അറിയേണ്ടത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടി ഉള്ള സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു നിർണായകമായ ഒരു നിലപാടായിരിക്കും രാഹുൽ ഗാന്ധി പറയാൻ പോവുക എന്നുള്ളതാണ്. അതായത് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും കൂടി ചേർന്നെടുക്കുന്ന ഒരു തീരുമാനം ഇവിടെ അറിയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇതിലുള്ളത്. അത് ആർക്കനുകൂലമാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നേരത്തെ രതീഷനോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ പ്രിയങ്ക ഗാന്ധിയെ മാത്രം കാണാനില്ല. എവിടെയായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് എന്തായിരിക്കും? കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മുസ്ലിം ലീഗിൻ്റെ തട്ടകത്തിലാണ്. മുസ്ലിം ലീഗിനെ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാടിലെ വിജയത്തിന് മുസ്ലിം ലീഗിൻ്റെ അനിവാര്യമായ പിന്തുണ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രിയങ്ക എന്ത് നിലപാട് എടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും വയനാട് മണ്ഡലത്തിൻ്റെ കാര്യം മാത്രമല്ല, ലീഗിൻ്റെ നിലപാട് എന്നുള്ളതാണ്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള തീരുമാനത്തെ മറികടന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മറ്റെന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലീഗ് മുന്നോട്ട് വെച്ച ഒരു കാര്യത്തിനപ്പുറത്തേക്ക് പോയിട്ടൊരു തീരുമാനമെടുക്കുമോ എന്നുള്ളതാണ്. അവിടെ ഈ പറയുന്ന വയനാടെന്ന് പറയുന്ന ഒരു ഷുവർ സീറ്റ്, അത് പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മാത്രമല്ല കോൺഗ്രസ് തന്നെ വർഷങ്ങളായി ഇനി ഉറച്ച ഒരു സീറ്റിൻ്റെ കാര്യം വരുന്നുണ്ട്. അതിൽ ഒരു വ്യത്യസ്തമായൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പോകാൻ തയ്യാറാവും. ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളെ MLA-മാർ എന്നുള്ള ആ ഒരു കളത്തിനകത്ത് നിന്ന് കോൺഗ്രസ് തീരുമാനമെടുക്കാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഇനി വരേണ്ടത്. അതായത് അത് കക്ഷികളുടെ തന്നെ പൊതു നിലപാടുണ്ട്. ഇപ്പം ജോസഫ് ഗ്രൂപ്പായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പായിരുന്നാലും RSP ആയിരുന്നാലും ഒക്കെ തന്നെ അവരുടെ നിലപാടുകൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 2-3 ഘടകങ്ങളാണ്. ഒന്ന്, ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം എന്നുള്ളൊരു ഭാഗം അവിടെ ഉണ്ട്. 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു, അതെങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളത്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഉറച്ച സീറ്റുകളൊന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങളൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ആ നിയമം എന്ന് പറയുന്നത് MP-മാരും മത്സരിക്കേണ്ട എന്നുള്ളതാണ്. ആ MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള നിയമം മറികടന്ന് ഒരു MP മത്സരത്തിന് ഇറക്കുമോ എന്നുള്ളതാണ്. നമുക്ക് ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ സമയത്ത് ഏറ്റവും അധികം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയമാണ് 5ാം മന്ത്രി പദവി. ഈ സമാനമായൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് ഈ പ്രതിസന്ധിയിലേക്ക് എത്തുകയാണ്. കാരണം VD സതീശൻ മന്ത്രിയാകുകയാണെങ്കിൽ സ്വാഭാവികമായും ലീഗിന് മുന്നിൽ കോൺഗ്രസ് മുട്ടുകുനിച്ചു അല്ലെങ്കിൽ തല കുനിച്ചു എന്ന ഒരു വ്യാഖ്യാനം ഉണ്ടാകില്ലേ? എന്തിനാണ് അങ്ങനെ? ഒരു UDFലെ ഒരു ഘടകകക്ഷിയല്ലേ ഒരു മന്ത്രിസ്ഥാനം അധികമായി ചോദിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു വലിയ ഡ്രാസ്റ്റിക്കായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടോ? UDFലെ ഒരു ഘടകകക്ഷി ഒരു അധികമായി ഒരു മന്ത്രിസ്ഥാനം ചോദിക്കുന്നതിൽ തെറ്റെന്താണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. മാത്രമല്ല കോൺഗ്രസിൻ്റെ അകത്ത് അവർക്ക് കിട്ടുന്ന 10 മന്ത്രിസ്ഥാനങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെ ഏതെല്ലാം അത് ക്ലാസ് കോമ്പിനേഷൻ നോക്കേണ്ട ഒരു ഘടകം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ UDFലെ ഒരു ഘടകകക്ഷി 1-2 സീറ്റ് കൂടുതൽ ചോദിക്കുന്നതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് LDFലായിരുന്നാലും സമാനമായ സാഹചര്യം. എല്ലാവരും തുല്യരെന്നാണ് വെപ്പ്. ലീഗ് ഒരു അധിക മന്ത്രിസ്ഥാനം ചോദിച്ചാൽ അത് മുട്ടിമടക്കലാകുന്നത് എങ്ങനെയാണ് കോൺഗ്രസിന്? ഏതായാലും 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന്, നേരത്തെ ബസന്തും ബാലഗോപാലും സൂചിച്ചതുപോലെ ഹൈക്കമാൻഡിന്റെ റോൾ എന്നത് വളരെ 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 പ്രധാനമാകുന്നു. അതിനൊപ്പം തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം, അത് ഏത് നിലയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ദേശീയ നേതൃത്വം പരിഗണിക്കാൻ പോകുന്നത്? ഈ 2 ഘടകങ്ങൾ വളരെ പ്രധാനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഘടകങ്ങൾ പരിഗണിക്കേണ്ട തുടർച്ചയായി എന്ത് ഫോർമുലയാണ് പ്രശ്നം സെറ്റിൽ ചെയ്യാൻ വേണ്ടി 3 പേർ ഒരേ പദവിയിലേക്ക് വരുമ്പോൾ ആ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ഫോർമുല എന്താണ് ഈ മണിക്കൂർ നമുക്ക് അറിയേണ്ടത്. കേരളം അത് അറിയാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്.